കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് ലുലുമോൾ ഓൾറെഡി വന്നു. ആക്കുളത്താണ് ലുലുമോൾ വന്നിരിക്കുന്നത്. ആ ഭാഗങ്ങളൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാണ്. അവിടെയാണ് ആസ്റ്റർ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അപ്പം ആ ഒരു റോഡ് വൈഡനിങ്ങും ഒക്കെ കഴിഞ്ഞ് പിന്നെ നല്ലൊരു ഏരിയ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് ലുലുമോളിന്റെ അവിടെ നിന്ന് 1 കിലോമീറ്ററും ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് 800 മീറ്ററും മാത്രം ഡിസ്റ്റൻസും, അതുകൂടാതെ ബൈപ്പാസ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് ആണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബൈപ്പാസ് ഫ്രണ്ടേജ് ആയതുകൊണ്ട് ഇപ്പോൾ ലുലുമോളിൻ്റെ അവിടേക്ക് ശരിക്കും പറഞ്ഞാൽ 1 മിനിറ്റ് ജേണി ഉണ്ടാവുള്ളൂ. അത്രയ്ക്കും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ്. ഇതിൻ്റെ ടോട്ടൽ ലാൻഡ് ഏരിയ വരുന്നത് 95.2 സെൻസ് ആണ്. അതിൽ 88 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. 2 കണക്റ്റഡ് ടവേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ഒരു ടവറിൽ ഒരു ഫ്ലോറിൽ 2 അപ്പാർട്ട്മെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ചില ആൾക്കാർക്ക് ഒരു ഫ്ലോറിൽ 2 അപ്പാർട്ട്മെൻറ്റ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇഷ്ടമാണ്. കാരണം ഒരു ടവറിൽ 2 ഫ്ലാറ്റേ ഉള്ളൂ. അപ്പം ഒരു ഫ്ലോറിൽ 2 അപ്പാർട്ട്മെൻറ്റ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല ലൊക്കേഷൻ ആ ഒരു ഭാഗത്ത് തന്നെ കിട്ടുന്ന ഒരു നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് തന്നെയായിരിക്കും. 1278 തൊട്ട് 2470 സ്ക്വയർ ഫീറ്റ് ഏരിയ വരെ വരുന്ന 2 BHK, 3 BHK, 4 BHK അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ലക്ഷറി അപ്പാർട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ബയോഫിലിക് അർബൻ ഹോംസ് കൺസെപ്റ്റിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ശരിക്കും നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുമ്പം ലൊക്കേഷൻ, ക്വാളിറ്റി, അതേപോലെ വെന്റിലേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറേ ഫാക്ടേഴ്സ്, ശരിക്കും അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഒന്നും നോക്കാതെ വാങ്ങിക്കുമ്പോഴാണ് ഫ്യൂച്ചർ അപ്രിസിയേഷൻ വരുന്നത് വളരെ കുറവ് വരാറ്. നമ്മൾ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുമ്പം അപ്രിസിയേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. നമ്മൾ ഏത് പ്രോപ്പർട്ടി ആണെങ്കിലും നോക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ലാൻഡ് വാങ്ങിക്കുകയാണെങ്കിലും അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുകയാണെങ്കിലും വില്ല വാങ്ങിക്കുകയാണെങ്കിലും നമ്മൾ അപ്രിസിയേഷൻ കിട്ടിയില്ല എന്ന് നമ്മൾ പിന്നീട് പറയും കുറേ ആളുകൾ. ശരിക്കും നമ്മൾ 2-3 ടൈപ്പ് അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. എൻഡ് യൂസർ കൈൻഡ് ഓഫ് അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അപ്രിസിയേഷൻ ഫോക്കസ് ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ഈ ഒരു ടൈപ്പ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് താമസിക്കാൻ നല്ല രീതിയിൽ സൗകര്യവും അതേസമയം അപ്രിസിയേഷൻ പൈസ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അപ്രിസിയേഷന് സ്കോപ്പുള്ളൊരു അപ്പാർട്ട്മെൻ്റ് ആണ്. കാരണം ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലുലുമോളിൻ്റെ അങ്ങോട്ടേക്ക് 1 മിനിറ്റ് ജേണിയേ ഉള്ളൂ. ബൈപ്പാസ് ഫ്രണ്ടേജ് ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവിടെ ആസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കുന്നത് വരെയുള്ളൊരു സ്കോപ്പുണ്ട്. ശരിക്കും ഒരു വലിയൊരു ഹോസ്പിറ്റലൊക്കെ വന്നു കഴിയുമ്പം അതിന് ചുറ്റുമുള്ള ലൊക്കേഷനൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആകും. അതിപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ശരിക്കും പലർക്കും അറിയുന്ന കാര്യമാണ്. കുറേ അപ്പാർട്ട്മെൻറ്റുകളുടെ റിക്വയർമെൻറ്റ് വരും. റെൻ്റൽ എന്ന് പറയുന്ന സംഭവം 2 തരത്തിലാണ്. ഡിമാൻഡ് ഉള്ള ഏരിയ ഉണ്ട്, ഡിമാൻഡ് ഇല്ലാത്ത ഏരിയ ഉണ്ട്. ഡിമാൻഡ് ഇല്ലാത്ത ഏരിയ ആകുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന അപ്രിസിയേഷൻ മാത്രമാണ് അല്ലെങ്കിൽ റെൻ്റൽ റിട്ടേൺസ് മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അതിൻ്റെ ചുറ്റും വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ഡിമാൻഡോട് കൂടിയിട്ടുള്ള ഒരു റെൻ്റൽ റിട്ടേൺസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും കൂടുതലാണ്. ഒരു വൈസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇത്. ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസും ഉണ്ടെന്നുള്ളതാണ്. സോ റൈറ്റ് ടൈം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാനിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട യൂണിറ്റ്സ് കിട്ടാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. സോ ഈ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, തിരുവനന്തപുരത്ത് നല്ലൊരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് ഒരു നല്ലൊരു ഏരിയയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്റ്റ് ചെയ്യുക. ഇതൊരു ചോയ്സ് ആയിട്ട് തന്നെ വെച്ചോളൂ. ഒരു വൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കേരളത്തിലെ ട്രിവാൻഡ്രത്ത്. താങ്ക് യു സോ മച്ച്.